നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയും കുറിപ്പും കണ്ടു. അത് കണ്ടപ്പോൾ പ്രേക്ഷകരുമായി അതൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. എനിക്ക് ഉറക്കം വരാത്ത രാത്രിയിൽ യേശുവിനെ പ്രാർത്ഥിച്ച ഉറക്കം വരുമെന്ന് അവള് എന്നാ പിന്നെ അയാൾ യൂണിയൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നതിനാ പള്ളി ഉപദേശിച്ചിട്ട് പോയത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ ആർ ബാലകൃഷ്ണപിള്ളയോടൊപ്പം നിഴൽ പോലെ നടന്ന് എല്ലാം നേടിയ ആളാണ് ഈ പറഞ്ഞത്. ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് പോലും ആർ ബാലകൃഷ്ണപിള്ളയുടെ തണലിലാണ്. അങ്ങനെ ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ പൊന്നപ്പനല്ല തങ്കപ്പൻ ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസികളെ അടച്ചാക്ഷേപിക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല. ക്രൈസ്തവ സമൂഹത്തെ എന്ന് മാത്രമല്ല ഒരു സമുദായത്തെയും ആക്ഷേപിക്കുന്നത് ശരിയായ നടപടിയല്ല. പ്രത്യേകിച്ച് NSS എന്ന സമുദായത്തിൻ്റെ ഭാരവാഹി കൂടിയായ തങ്കപ്പൻ്റെ സംസ്കാരശൂന്യതയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. തങ്കപ്പൻ പ്രസിഡന്റായ സഹകരണ ബാങ്കിൻ്റെ ആസ്തിയിലെ പകുതിയിലധികം നിക്ഷേപവും ക്രൈസ്തവ സമൂഹത്തിൻ്റെതാണെന്നാണ് ലഭിക്കുന്ന വിവരം. രാഷ്ട്രീയത്തിൻ്റെ മറവിൽ ബാങ്ക് പ്രസിഡന്റ് നടത്തിയത് വൻ അഴിമതിയാണോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചോദ്യം. ഡെപ്പോസിറ്റ് നൽകിയവരുടെ പണം അത് ഏത് അഡ്രസ്സിൽ സൂക്ഷിക്കുന്നു? അവരുടെ പണം സുരക്ഷിതമാണോ? കോടികളുടെ ലോൺ ഇടപാടിൽ വ്യാജ അഡ്രസ്സ് നിർമ്മിച്ച് പണമിടപാട് നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തിന്? പത്തനാപുരം സ്വദേശികളുടെ അംഗത്വ കാർഡ് വ്യാജ അഡ്രസ്സിൽ ചേർത്തിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിന്? വിളക്കുടിയിലുള്ള ഇളമ്പൽ സഹകരണ ബാങ്കിന് 1.5 കോടി രൂപയുടെ ലോൺ പത്തനാപുരത്തും 25 ലക്ഷം രൂപയുടെ ലോൺ പട്ടാഴി വടക്കേക്കരയിലും നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് മാനദണ്ഡത്തിൽ? പണം നിക്ഷേപം നടത്തിയവർ ശ്രദ്ധിക്കണമെന്നും ആ കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സഹകരണ ബാങ്കിലെ വിവിധ അംഗത്വ നമ്പറുകളിൽ മിക്കതിനും അഡ്രസ്സ് ശ്രീഭവൻ ഇളമ്പൽ എന്നാണ് പോലും. പത്തനാപുരത്ത് വീടുള്ള സ്ഥിരതാമസക്കാരായവരുടെ അഡ്രസ്സ് എങ്ങനെ ശ്രീഭവൻ ഇളമ്പൽ എന്നായി എന്നാണ് പലരുടെയും ചോദ്യം. കൊട്ടാരക്കര കോട്ടാത്തല സ്വദേശിയുടെയും അഡ്രസ്സ് ശ്രീഭവൻ ഇളമ്പൽ എന്നാണ്. കോടികൾ ലോൺ കൊടുത്തിട്ട് അത് മുടങ്ങിയപ്പോൾ പത്രപരസ്യം ഉൾപ്പെടെ വന്നത് വ്യാജ അഡ്രസ്സുകളിലാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഈ അഡ്രസ് തിരിമറി അത് എന്തിനെ മറയ്ക്കാനാണ്? കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇവിടെ പ്രധാന പരിപാടിയെന്നും ആരോപണമുയരുന്നു. ഡെപ്പോസിറ്റുകാരുടെ പേരുവിവരങ്ങൾ അത് പുറത്തുവിടാൻ തങ്കപ്പന് ഉറപ്പുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം. അവിടെ സാധാരണ ഒരാൾ ചെന്നാൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പുച്ഛമാണെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. പൈസ ഉള്ളവർ ചെന്നാൽ കുടിക്കാൻ കരിക്കം വെള്ളം വരെ കൊടുക്കുമത്രേ. അങ്ങനെയാണ് മറ്റൊരാൾ കുറിച്ചത്. പ്രശ്നം രൂക്ഷമായപ്പോൾ ബാങ്ക് പ്രസിഡന്റ് മൗനവ്രതത്തിലായെന്നാണ് വേറൊരു കമന്റ്. ഏതായാലും സഹകരണ നിയമങ്ങൾ ലംഘിച്ച് നടത്തിയ ഇടപാടുകൾ അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകാൻ പലരും തയ്യാറെടുക്കുന്നുവെന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം. അങ്ങനെയാണെങ്കിൽ തങ്കപ്പൻ ശിഷ്ടകാലം പൂജപ്പുരയിലായിരിക്കാനാണ് സാധ്യത.